ഹോളിവുഡ് സിനിമാ പ്രേമികളുടെ ആക്ഷൻ ഹീറോയാണ് അർണോൾഡ് ഷ്വാർസെനീഗർ. ടെർമിനേറ്റർ, പ്രെഡേറ്റർ, കോനൻ ദ ബാർബറൻ എന്നിവയ്ക്ക് ആരാധകർ നെഞ്ചിലേറ്റിയ അർണോൾഡ് ചിത്രങ്ങൾ ചിലതു മാത്രം. 76-ാം വയസ്സിലും ആരെയും ഞെട്ടിപ്പിക്കുന്ന സിക്സ് പാക്കാണ് ഈ ആക്ഷൻ ഹീറോയ്ക്കുള്ളത്. ഏത് ആക്ഷൻ രംഗങ്ങളും ഈ പ്രായത്തിലും അർണോൾഡ് നിഷ്പ്രയാസം ചെയ്യും. വെറും നടൻ എന്ന വാക്കിൽ മാത്രം അർണോൾഡ് എന്ന ഇതിഹാസത്തെ ഒതുക്കാൻ കഴിയില്ല. ബോഡി ബിൽഡർ, നിർമ്മാതാവ്, ബിസിനസ്മാൻ, രാഷ്ട്രീയക്കാരൻ, അങ്ങനെ കൈവച്ച മേഖലയെല്ലാം അദ്ദേഹം തിളങ്ങി. കേരളത്തിലും അർണോൾഡിന് വൻതോതിൽ ആരാധകരുള്ളത്. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ കുറുക്കുവഴികൾ ഒന്നുമില്ലെന്നും കഠിനാധ്വാനം തന്നെയാണ് ഏറ്റവും വലുതെന്നും നിരന്തരം അദ്ദേഹം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പോൺ ചിത്രങ്ങളിലൂടെയാണ് അർണോൾഡ് സിനിമയിലേക്ക് എത്തിയതെന്ന് കേട്ടാൽ പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ അതാണ് യാഥാർത്ഥ്യം. ആദ്യകാലത്ത് നിരവധി പോണോഗ്രാഫി മാഗസിനുകൾ മോഡൽ കൂടിയായിരുന്നു അദ്ദേഹം. അതിനുശേഷമാണ് അർണോൾഡ് ഹോളിവുഡിൽ എത്തുന്നത്. സ്കൂൾ പഠനകാലത്ത് തന്നെ തൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ച് സഹപാഠികളോട് പറഞ്ഞിരുന്നു ഷ്വാർസെനീഗർ. ജീവിതത്തിൽ നേടിയെടുത്തതൊക്കെയും മുൻകൂട്ടി നിശ്ചയിച്ച് ഉറപ്പിച്ചവയായിരുന്നു. 1947 ജൂലൈ 30 ഓസ്ട്രേലിയയിൽ ജനിച്ച ഷ്വാർസെനീഗർ ചെറുപ്പം മുതൽക്ക് വലിയ സ്വപ്നങ്ങൾ കാണുമായിരുന്നു. പ്രധാനമായും 3 സ്വപ്നങ്ങളാണ് അദ്ദേഹം സഹപാഠികളുമായി പങ്കുവച്ചിരുന്നത്. സ്വപ്നങ്ങളുടെ നാടായ അമേരിക്കയിലേക്ക് പോകണം, ലോകം അറിയപ്പെടുന്ന ഒരു നടനാകണം, കെനേഡി കുടുംബത്തിൽ നിന്നുമുള്ള ഒരാളെ വിവാഹം ചെയ്യണം എന്നിങ്ങനെ 3 സ്വപ്നങ്ങൾ. ഈ 3 സ്വപ്നങ്ങളും പിന്നീട് സാക്ഷാത്കരിച്ച ഷ്വാർസെനീഗർ തൻ്റെ വിജയങ്ങളൊക്കെയും പോരാട്ടങ്ങളിലൂടെ നേടിയതാണ് തെളിയിക്കുന്നു. അമേരിക്കയിലേക്ക് കടക്കാൻ പറ്റിയ ഏറ്റവും വലിയ മാർഗം മിസ്റ്റർ യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുക എന്നതാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം അതിനായി പരിശ്രമിച്ചു. ബോഡി ബിൽഡിംഗിൽ ശ്രദ്ധയൂന്നിയ ഷ്വാർസെനീഗർ തൻ്റെ 20-ാമത്തെ വയസ്സിൽ അമേരിക്കയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞു. മികച്ച ബോഡി ബിൽഡർ ആകുവാൻ രാപ്പകലില്ലാതെ ജിംനേഷ്യങ്ങളിൽ അദ്ദേഹം പരിശീലനം നടത്തി. ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും 23-ാമത്തെ വയസ്സിൽ മിസ്റ്റർ യൂണിവേഴ്സ് പട്ടം നേടി. പിന്നീട് 7 തവണ മിസ്റ്റർ ഒളിമ്പിയ പട്ടവും 4 തവണ മിസ്റ്റർ യൂണിവേഴ്സ് പട്ടവും സ്വന്തമാക്കി. പിന്നീട് ലോകം അറിയപ്പെടുന്ന ഹോളിവുഡ് താരമായ ഷ്വാർസെനീഗർ തൻ്റെ മറ്റൊരാഗ്രഹമായ കെനേഡി കുടുംബത്തിൽ നിന്നുമുള്ള വിവാഹം മരിയ ഷ്രൈനറെ ജീവിത സഖിയാക്കിയതിലൂടെ സാക്ഷാത്കരിച്ചു. ഒരു താരം എന്നതിനേക്കാൾ ഉപരി പൊതുപ്രവർത്തനങ്ങളിലും ഗ്രന്ഥരചനയിലും ശ്രദ്ധയൂന്നിയ ഷ്വാർസെനീഗർ ജീവിത വിജയം സ്വപ്നം കാണുന്നവരെ പ്രചോദിപ്പിക്കുന്ന നിരവധി ടെലിവിഷൻ പരിപാടികൾ നടത്തിവരുന്നു. കാലിഫോർണിയ ഗവർണർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. നാം തരണം ചെയ്യുന്ന പ്രതിബന്ധങ്ങളാണ് നമ്മെ കരുത്തരാക്കുന്ന ജീവിത തത്വം പ്രായോഗികമാക്കിക്കൊണ്ടാണ് ഷ്വാർസെനീഗർ ജ്വലിച്ചു വരുന്നത്. ഒരു നടനാകാൻ ആഗ്രഹിച്ച അവസരങ്ങൾ അന്വേഷിച്ച് നടന്ന ഷ്വാർസെനീഗർക്ക് ആദ്യം ലഭിച്ച അവഗണനയും തിരസ്കാരങ്ങളുമായിരുന്നു. പക്ഷെ വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ വൈകല്യവും ശരീരപ്രകൃതിയും ഒക്കെ ഒരു നടന് ചേർന്നതല്ലെന്നാണ് ചലച്ചിത്ര പണ്ഡിതർ വിധി എഴുതിയത്. എന്നാൽ അദ്ദേഹത്തിന്റെ രൂപപ്രകൃതിക്ക് ഇണങ്ങുന്ന വേഷങ്ങൾ പിന്നീട് അദ്ദേഹത്തെ തേടിയെത്തി. എല്ലാവരും ചെയ്യുന്ന അതേപടി ചെയ്യുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു വ്യത്യസ്തത വേണം. ഇങ്ങനെ വ്യത്യസ്തമായ പ്രകടനങ്ങളിലൂടെയാണ് അദ്ദേഹം വിജയക്കൊടി പാറിച്ചത്. ഒരുപാട് ഓഡീഷനുകൾ ശേഷം 1970 പുറത്തിറങ്ങിയ ഹെർക്കുലീസ് ഇൻ ന്യൂയോർക്ക് എന്ന സിനിമയിലെ ടൈറ്റിൽ റോളിലൂടെ അദ്ദേഹം സിനിമയിലേക്ക് എത്തി. കോനൻ ദ ബാർബറൻ എന്ന ചിത്രമാണ് അദ്ദേഹത്തെ സൂപ്പർ സ്റ്റാർ ആക്കിയത്. ജോൺ മില്ലിയർ സംവിധാനം ചെയ്ത ചിത്രം 1982 പുറത്തിറങ്ങിയത്. കോനൻ എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ അർണോൾഡ് എത്തിയത്. കാലാതീതമായ ക്ലാസിക് എന്നാണ് ഈ സിനിമ പ്രേക്ഷകർക്കിടയിൽ അറിയപ്പെടുന്നത്. ചിത്രത്തിൽ ഛായാഗ്രഹണവും സംഗീതവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. 1984 പുറത്തിറങ്ങിയ സയൻസ് ഫിക്ഷൻ ക്ലാസിക് ദ ടെർമിനേറ്റർ അദ്ദേഹത്തെ ആഗോള പ്രശസ്തിയിലേക്ക് ഉയർത്തി. ആദ്യ ടെർമിനേറ്ററിന്റെ സംവിധാനം ജെയിംസ് കാമറൂൺ ആയിരുന്നു. ചിത്രം ആഗോള വ്യാപകമായി തരംഗമായി. പിന്നീടുള്ള ഓരോ ടെർമിനേറ്റർ ചിത്രങ്ങളും ആഗോള വ്യാപകമായി ഷ്വാർസെനീഗർ ഫാൻസിന് നേടിക്കൊടുത്തു. 2019 ടെർമിനേറ്ററിന്റെ പുതിയ പതിപ്പിൽ അർണോൾഡ് അതിഥി വേഷത്തിലെത്തിയിരുന്നു. കിം ജി വൂൺ സംവിധാനം ചെയ്ത 2013 പുറത്തിറങ്ങിയ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ദ ലാസ്റ്റ് സ്റ്റാൻഡ്. ഷ്വാർസെനീഗറിന്റെ മികച്ച ചിത്രങ്ങളുടെ ലിസ്റ്റ് മുൻപന്തിയിൽ തന്നെയുള്ള ചിത്രമാണിത്. ആക്ഷൻ, ഡയലോഗ്, ഹ്യൂമർ എല്ലാം ചേർന്ന ഒരു സിനിമ കൂടിയായിരുന്നു ഇത്. മാർക്ക് എൽ ലെസർ സംവിധാനം ചെയ്ത ചിത്രം 1985 പുറത്തിറങ്ങിയത്. ആക്ഷൻ സിനിമാ പ്രേമികളുടെ പ്രിയപ്പെട്ട ചിത്രങ്ങൾ ഒന്നാണ് കമാൻഡോ. ബോക്സ് ഓഫീസിലും വൻ വിജയം നേടിയിരുന്നു ഈ ചിത്രം. കമാൻഡോ ഇഷ്ടമില്ലാത്ത സിനിമാ പ്രേക്ഷകരും ഏറെയാണ്. ചിത്രത്തിനെതിരെ അക്കാലത്ത് ഒരുപാട് വിമർശനങ്ങളും ഉയർന്നിരുന്നു. 1994 പുറത്തിറങ്ങിയ ചിത്രം സംവിധാനം ചെയ്ത ജെയിംസ് കാമറൂൺ ആയിരുന്നു. $100 മില്യൺ മുതൽ മുടക്കിയ ആദ്യ ചിത്രം കൂടിയായിരുന്നു അത്. 1994 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 3ാമത്തെ ചിത്രം കൂടിയായിരുന്നു ട്രൂ ലൈസ്. സ്പൈ ആക്ഷൻ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർ പ്രിയപ്പെട്ട സിനിമയായിരുന്നു അത്.